ജസ്റ്റിസ് ശേഖർ യാദവിൻ്റെ മുൻകാല പ്രസ്താവനകൾ, മുൻകാല വിധിന്യായങ്ങൾ, അതേക്കുറിച്ചൊക്കെ ഇവിടെ പലപ്പോഴും പരാമർശിച്ച് കേട്ടു. അദ്ദേഹത്തെ ഒരു വിദ്വേഷ പരാമർശങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന ന്യായാധിപൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവോ എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നുമില്ല. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുണ്ട് എന്ന തരത്തിൽ ഇവിടെ ആൻഡ്രോ സാറ് സൂചിപ്പിച്ചു. യജ്ഞം നടക്കുന്ന സമയത്ത് പശുവിൻ പാലിൽ നിന്നുണ്ടാക്കുന്ന നെയ്യ് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം അടക്കമുള്ളവ അങ്ങ് ഇവിടെ ഉദ്ധരിച്ചതോടെ ഞാൻ അതിലേക്ക് കൂടി പോവുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് ഒരു ആചാരമാണ്. അങ്ങനെയുള്ള ആചാരങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു വ്യക്തമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഈ പഞ്ചഗവ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കേവലം ചാണകത്തെക്കുറിച്ച് മാത്രമല്ല, പഞ്ചഗവ്യം എന്ന് പറയുന്നത് പശുവിൻ്റെ പാലും തൈരും നെയ്യും ഗോമൂത്രവും ചാണകവും ഈ 5 സാധനങ്ങൾ ചേരുന്നതാണ് പഞ്ചഗവ്യം. ആ പഞ്ചഗവ്യത്തെക്കുറിച്ചിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ആ വിധിയിൽ സൂചിപ്പിച്ചത് എന്നുള്ളതാണ് ആ വിധിന്യായത്തിൻ്റെ ഭാഗങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ചിലയിടങ്ങളിൽ പ്രാദേശികമായി ചില വൈദ്യന്മാരൊക്കെ കൊടുക്കുന്ന മരുന്നുകളായും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആ വിധിന്യായത്തിൽ റെഫർ ചെയ്തത്. അതുകൊണ്ട് മാത്രം അദ്ദേഹം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു ന്യായാധിപനായി മാറുന്നു എന്നുള്ള ഒരു പൊതുവൽക്കരണത്തോട് എന്തായാലും എനിക്ക് താല്പര്യമില്ല.